ഇപ്പോൾ ആ പന്നിക്കൂട്ടിൽ കിടന്ന പെൺകൊച്ച്, ഞാൻ ഉദാഹരണമായിട്ട് പറയുക, ആ പന്നിക്കൂട്ടിൽ കിടന്ന പെൺകൊച്ച് ആ മനുഷ്യന് പറയുന്ന എല്ലാം കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൾക്ക് മനസ്സിലാവും അവൾ പന്നികളെ ഉപേക്ഷിക്കേണ്ടി വരും. കാരണം അവൾ പന്നികളുടെ കൂടെ ജീവിക്കാനല്ല വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ 9 വർഷക്കാലം അവളുടെ കൂട്ടായ്മയും അവളുടെ സന്തോഷവും അവളുടെ കംഫർട്ട് സോണും പന്നികളായിരുന്നു, പന്നിക്കൂട്ടമായിരുന്നു. അതിൽ അവൾ സംതൃപ്തിയാണ്. പക്ഷെ അവൾ അവിടെ ആയിരിക്കുന്നത്, അസ്വസ്ഥത വരുന്നത് യഥാർത്ഥ സത്യമറിയാവുന്ന മനുഷ്യർക്കാണ്. അവൾക്ക് അസ്വസ്ഥതയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവളോട് പറയാണ്, മോളെ നീ ഒരു പന്നിയല്ല, നീ ഒരു മനുഷ്യക്കുഞ്ഞെന്ന് പറയുമ്പോൾ അവൾ ആയിരിക്കുന്ന അവസ്ഥ വിടാനുള്ള സന്മനസ്സില്ലായ്മ കൊണ്ടാണ് അവൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത്. ഇപ്രകാരമാണ് മനുഷ്യനോട് ദൈവം പറയുകയാണ്, മകനെ, മകളെ, നിന്നെ ഞാൻ സൃഷ്ടിച്ചപ്പോൾ എനിക്ക് നിന്നെക്കുറിച്ചുള്ള പ്ലാന്, പദ്ധതി ഇന്നതൊക്കെയാണ്, അത് ഇപ്രകാരമൊക്കെയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലതൊക്കെ സ്വീകരിക്കാൻ പറ്റുന്നു, ചിലതൊക്കെ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ നേച്ചർ, നമ്മുടെ പാപകരമായ ആ ഒരു നേച്ചർ പൂർണ്ണമായിട്ട് മാറാത്തത് കൊണ്ടാണ്. അങ്ങനെ ഭാഗികമായിട്ട് വചനം കേട്ടതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ ധ്യാന വിഷയത്തിലൂടെ, ഈ സ്റ്റോറി എന്ന ഈ സീരിയലിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ഈ എഴുതപ്പെട്ട വചനത്തിലൂടെ, ദൈവം തന്നെയായ ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് സത്യം മുഴുവൻ വെളിപ്പെടുത്തട്ടെ. കാരണം കർത്താവായ യേശു നുണ പറയത്തില്ല. അവൻ പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിന്നെ സ്വതന്ത്രനാക്കുകയും ചെയ്യും. നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്, ആദ്യമായിട്ട് യേശു ക്രിസ്തുവിൽ ഞാൻ ആരാണ്. രണ്ടാമത് നമ്മൾ അതിൻ്റെ രണ്ടാം ഭാഗം കാണുന്നത്, ആദമാകുന്ന പാപിയായ മനുഷ്യനിൽ ഞാൻ ആരാണ്. ഇത് രണ്ടും യേശുക്രിസ്തുവിൽ ആയിരിക്കുക എന്ന വിഷയത്തിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുക. ഒന്നാമത്തേത് യേശുക്രിസ്തുവിൽ ഞാൻ ആരാണെന്നുള്ളതാണ്. നമുക്കതിനു വേണ്ടിയിട്ട് വിശുദ്ധനായ പൗലോസ് ശ്ലീഹായെ കർത്താവായ ദൈവം ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ പൗലോസ് എഴുതിയ ഒരു ലേഖനമാണ് എഫീഷ്യൻസിൻ്റെ 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരം വായിക്കുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ യേശു ക്രിസ്തുവിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. അതേക്കുറിച്ചൊന്ന് ചിന്തിക്കണം. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഈ ലോകം, ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ, വെറും ശൂന്യമായ ഒരവസ്ഥയിൽ, ദൈവം മാത്രം ഉണ്ടായിരുന്നൊരവസ്ഥയിൽ, യോഹന്നാന്റെ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു. മറ്റൊന്നുമില്ലായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു. സ്വർഗവും ഭൂമിയും ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു. വേറെ ആരുമില്ല, മനുഷ്യനൊന്നുമില്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വചനം ദൈവമാണെന്ന് പറയുന്നത്. വചനം ദൈവമാണ്. ഈ വചനം മനുഷ്യൻ തന്നതല്ല. ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കാം. വചനം മനുഷ്യൻ തന്നതല്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടിയായിരുന്നു. വചനം ദൈവമാണ്. ഈ വചനം ആരാണെന്നുള്ളതാണ് 14-ാമത്തെ വാക്യം പറയുന്നത്. ആ വചനമാണ് മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വന്ന് വസിച്ച യേശു ക്രിസ്തു. അപ്പൊ ആദിയിൽ വചനമുണ്ടായിരുന്നു. ആ വചനം നമ്മളോട് പറയുകയാണ്, ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ, എല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പേ, എല്ലാം ശൂന്യമായിരുന്ന അവസ്ഥയിൽ, ദൈവം മാത്രമായിരുന്നൊരവസ്ഥയിൽ, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് ഇപ്പോൾ ഈ കാര്യം മനസ്സിലാക്കുവാനോ ഗ്രഹിക്കുവാനോ സാധിക്കത്തില്ല. കാരണം ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ ദൈവം പറയുന്നു, നിങ്ങളെ ഞാൻ യേശു ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ഗോഡ് ചോസ് അസ് ഇൻ ക്രൈസ്റ്റ്. ദയവായിട്ട് ഇന്ന് നിങ്ങളുടെ വീട്ടിലിരുന്ന് ഒന്ന് ചിന്തിക്കുക, എന്നെ
ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ, ആദ്യത്തെ മനുഷ്യനായ ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരനെയും സഹോദരിയും, ഇത് സംസാരിക്കുന്ന എന്നെയും ഉൾപ്പെടെ നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് ദൈവമായിരുന്നതുകൊണ്ട്, ദൈവത്തിന് സാധിക്കുന്നതുകൊണ്ട്, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ദൈവം എന്നെ നിങ്ങളെയും കണ്ടിരുന്നു. എവിടെ കണ്ടിരുന്നു? യേശു ക്രിസ്തുവിൽ കണ്ടിരുന്നു. സോ യുവർ ഐഡന്റിറ്റി ബിഫോർ ഗോഡ് ഈസ് ഫൗണ്ട് ഇൻ ക്രൈസ്റ്റ് ജീസസ്. അതിനാൽ നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ ഐഡന്റിറ്റി യേശു ക്രിസ്തുവിൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. നമ്മൾ കേട്ട ആ പെൺകൊച്ചിന്റെ പ്രശ്നം ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. അവൾ ആരാണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. ഒരു മനുഷ്യക്കുഞ്ഞായിട്ട് പിറന്ന, ബുദ്ധിയുള്ള, പഠിച്ച് വലിയ ഉന്നത സ്ഥാനത്തെത്തി, സാധാരണ എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് പോലെ അന്തസ്സോടും അഭിമാനത്തോടും കൂടി ജീവിതം ആസ്വദിക്കേണ്ട ഒരു മനുഷ്യക്കുഞ്ഞ് ഒരു പന്നിയെപ്പോലെ ജീവിക്കുന്നതിൻ്റെ കാരണം അവളുടെ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും സാഹചര്യങ്ങൾ പഠിപ്പിച്ചതുമായ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ 9 വർഷക്കാലം അവൾ ചെലവഴിച്ചപ്പോൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു വലിയ കാര്യം അവളൊരു പന്നിയാണെന്ന്. ഇപ്രകാരം ദൈവവചനം കണ്ടിട്ടില്ലാത്തവരും വായിച്ചിട്ടില്ലാത്തവരും ഇതനുസരിച്ച് ജീവിക്കാത്തവരും ഒരു വശത്ത്, മറുവശത്ത് ദൈവവചനം വായിക്കുന്നവരും പഠിക്കുന്നവരും പാണ്ഡിത്യം സമ്പാദിക്കുന്നവരും വചനപ്രഘോഷകരുമായിരിക്കാം. എന്നാൽ ഈ വചനം അനുസരിച്ച് ജീവിക്കാത്തത് കൊണ്ട്, ഈ സത്യങ്ങൾ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തി കിട്ടാത്തത് കൊണ്ട് ഈ പെൺകൊച്ചിനുണ്ടായതുപോലെ ഒരുപക്ഷെ നമുക്ക് ഒരു ഐഡന്റിറ്റി ക്രൈസിസിലായിരിക്കാം. ഞാൻ ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവസന്നിധിയിൽ എൻ്റെ ഐഡന്റിറ്റി എന്താണ്, ഞാൻ ആരാണ്